ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പിക്കിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതായിപ്പോൾ നമ്മൾ കപ്പങ്ങ, അതായത് പപ്പായ, ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അച്ചാറിടുന്നതെന്ന് കാണാം. ഇതപ്പോൾ നമ്മളൊരു സോസ് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഗോൾഡ് വിനർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഗോൾഡ് വിനറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമുക്കിനിത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതായിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, സാദാ മുളക് പൊടി. ഇനി നമുക്കിതിലേക്കൊരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മുടെ പപ്പായയിൽ പുളിയൊന്നുമില്ല. അപ്പോൾ പുളിക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുളി ഒന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വിനാഗിരി എല്ലാം നല്ലതുപോലെ മിക്സായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതായിപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും വിനാഗിരിയും എല്ലാം പാകമാണോ എന്ന് നോക്കണം. ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും വിനാഗിരിയും എല്ലാം കറക്റ്റാണ്. ഇനി ഒരു 2 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതായിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ആവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.